KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ, സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതൊന്നും ഇതുകൊണ്ട് മറച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല. രാഹുൽ മാക്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം കുറേ നാളായിട്ട് നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരാതിയിൽ അതിൻ്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി രാഹുലിനെതിരെ ഉണ്ടാവും. അത് സസ്പെൻഷൻ തന്നെ നിൽക്കും. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. അല്ല, രാഹുലിനെതിരായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. നിയമം നിയമത്തിന്റെ വഴിയിൽ പോകും എന്നതാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിയമം നിയമത്തിന്റെ വഴിയിൽ പോകും. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കേണ്ടത് അന്വേഷണ സംഘമാണ്, സർക്കാരാണ്. അവർ നടപടിയെടുക്കട്ടെ. കോൺഗ്രസിലല്ല രാഹുൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നു. കോൺഗ്രസ് നടപടി എടുത്തിട്ടുള്ളതാണ് ഇതിനോടകം എന്ന് പറയുന്നു. നേരത്തെ തന്നെ രാഹുലിനെതിരെ പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു പുതിയ പരാതി എന്ന നിലയിൽ കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രാധാന്യം കാണുന്നില്ല കോൺഗ്രസ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മറ്റ് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ചുരുക്കം വാക്കുകളിൽ പ്രതികരണം ഒതുക്കി KPCC അധ്യക്ഷൻ മടങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. രാഹുലിനെതിരെ ഇനി നടപടി ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായും കോൺഗ്രസിൽ നിന്ന് അറിയേണ്ടിയിരുന്നത്. അതിൽ സസ്പെൻസ് നിർത്തിക്കൊണ്ടാണ് സണ്ണി ജോസഫ് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. കെ മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ നടപടികൾ, ഈ അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എങ്ങനെ പോകുന്നു എന്ന് നോക്കട്ടെ, അതിനനുസരിച്ചുള്ള നടപടികൾ പാർട്ടി സ്വീകരിക്കും. അത് വേണമെങ്കിൽ കൂട്ടായി നേതൃത്വം ആലോചിച്ച് എടുക്കും എന്ന സൂചനയാണ് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. എന്തായാലും KPCC അധ്യക്ഷൻ ഇപ്പോൾ പറയുന്നതിൽ തുടർ നടപടികളുടെ യാതൊരു സൂചനയും ഇല്ല എന്നത് നമ്മൾ കാണണം. തുടർ നടപടി എന്നൊരു കാര്യത്തിൽ അദ്ദേഹം യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കേണ്ടത് അന്വേഷണ സംഘമാണ് എന്നതാണ് പറയേണ്ടത്. ഇതുവരെ പറഞ്ഞു വന്നതുപോലെ തങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്ന ഒരു സമീപനമാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. ഒരാശയക്കുഴപ്പം കോൺഗ്രസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ടാകണം. എന്തായാലും കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ കെ മുരളീധരൻ ഒരുപക്ഷെ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നതാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടുകയായിരുന്നു. അദ്ദേഹം പക്ഷേ കൂടുതൽ പ്രതികരിക്കാതെ മടങ്ങുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നത് വ്യക്തമാക്കിയതാണ്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ നടപടി വേണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് കെ മുരളീധരൻ പറഞ്ഞതെങ്കിൽ തുടർ നടപടികളുടെ യാതൊരു സൂചനയും നൽകാതെയാണ് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. തുടർ നടപടി ഉണ്ടാകുമോ എന്ന് ആവർത്തിച്ച ചോദ്യത്തോട് പ്രതികരിക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കേണ്ടത് അന്വേഷണ സംഘവും സർക്കാരുമാണ് എന്നത് അദ്ദേഹം പറയുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഡാൻ കുര്യൻ നമുക്കൊപ്പമുണ്ട്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് ഒരു അറസ്റ്റ് നേരിടേണ്ടി വരും എന്നൊരു സാഹചര്യത്തെ ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻകൂർ ജാമ്യം തേടുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ രാഹുൽ നീക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അഭിഭാഷകരുമായി ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയവിനിമയം നടത്തുന്നു എന്നൊരു വിവരമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. DGP വഴി പരാതി ക്രൈംബ്രാഞ്ചിന് ലഭിക്കും. അവിടെ ക്രൈംബ്രാഞ്ച് സംഘം, പ്രത്യേക സംഘം യോഗം ചേർന്ന് തുടർ നടപടികൾ എന്ത് വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നതാണ് അറിയുന്നത്. ഡാൻ കുര്യൻ തുടരുമ്പോൾ, ഡാൻ, മൊഴിയെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകും എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നു. നിയമ പോരാട്ടത്തിന് പെൺകുട്ടി because law will take its own course and legally the battle is now in CM's hand. Whatever step
he will take. We are with the legal issue and we are with the law. Whatever law will take its own course and whatever law will say, we will be on that. Because this person has been suspended from our party. For a suspended person, we cannot comment anything. But this is a very wrong thing what has happened. I simply say that whatever the girl is saying, she should also follow the rule that she should have first gone to the police station, did an FIR, then she should have gone to the CM, but obviously she has faith on CM, so she has gone there. So now law will take its own course. Thank you. ദീപാദാസ് മുൻഷിയുടെ പ്രതികരണമാണ്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതാണ് ദീപാദാസ് മുൻഷി പറയുന്നത്. സസ്പെൻഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നത് ദീപാദാസ് മുൻഷി പറയുന്നു. അവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ പെൺകുട്ടി ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തിയായിരുന്നു പരാതി നൽകേണ്ടത്, പോലീസിനായിരുന്നു പരാതി നൽകേണ്ടത്. പക്ഷേ പെൺകുട്ടി ആദ്യം എത്തിയത് ചീഫ് മിനിസ്റ്ററുടെ മുന്നിലേക്കാണ് എന്ന ഒരു കാര്യം സൂചിപ്പിക്കുക മാത്രമാണ് ദീപാദാസ് മുൻഷി ചെയ്തിരിക്കുന്നത്. ഇതുവരെ മറ്റ് നേതാക്കളൊന്നും അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പരാതിയുമായി എത്തിയത് എന്തുകൊണ്ട് എന്ന ഒരു കാര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ചോദ്യം അല്ലെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കുകയാണ് ദീപാദാസ് മുൻഷി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആദ്യം പോലീസിന് മുന്നിലേക്കായിരുന്നു എത്തേണ്ടത് എന്ന ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് അവർ ചെയ്തത്. എന്തായാലും പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ വലിയ കൂടിയാലോചനകൾ നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള യാതൊരു സാധ്യതയും നൽകാതെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ KPCC അധ്യക്ഷൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ കോൺഗ്രസ് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. തുടർ നടപടികളെക്കുറിച്ചുള്ള യാതൊരു സൂചനയും അദ്ദേഹം നൽകുന്നില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതാണ് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ KPCC അധ്യക്ഷന്റെ മറുപടിയോടുകൂടി മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അവിടെ പല നേതാക്കൾ പല പ്രതികരണങ്ങൾ നടത്തിയാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന ഒരു നിലയിലേക്ക് കൂടി കോൺഗ്രസ് കാര്യങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ പരസ്യ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയുടെ പേരിൽ ഒരു പരാതി വരുമ്പോൾ അതിൽ കേസെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടതില്ല എന്ന ഒരു നിലയിലേക്ക് കൂടി കോൺഗ്രസ് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളോട് ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്ന ഒരു നിലപാട് എന്താണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC അധ്യക്ഷൻ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്നു. ഏതാണ്ട് അതേപോലെയുള്ള ഒരു നിലപാട് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പ്രാഥമികമായി ഉണ്ടായിട്ടുള്ള ആശയവിനിമയം, അവർ എത്തുന്ന തീരുമാനം അതെന്താണ്? ഇങ്ങനെയൊരു പരാതി നിയമപരമായി തന്നെ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്കോ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലേക്കോ ഉടൻ എത്തിയേക്കുമെന്ന സൂചന കഴിഞ്ഞ ദിവസം